നമ്മൾ ചിലതൊക്കെ ഈ മനപ്പാഠം പഠിച്ചു വെച്ചതുണ്ടാവും അല്ലേ? ചിലതൊക്കെ അങ്ങനെയാണ്, കുട്ടിക്കാലത്ത് കാണാതെ പഠിച്ചു വെച്ച കുറെ വരികളോ എന്തെങ്കിലും ഉണ്ടാവും. ആരെങ്കിലും ചോദിച്ചപ്പോൾ അതങ്ങോട്ട് എടുത്തിട്ട് അലക്കി. അത് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ അർത്ഥം എന്താ, ആരെഴുതിയതാ, എവിടുന്ന, ഒരു പിടിയില്ല. എന്നോ എപ്പോഴോ കേട്ട് മനപ്പാഠമാക്കിയ സാധനം ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതല്ലാതെ ബ്രഹ്മാവാകെ എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാതെ. കാരണം പ്രണവത്തിന്റെ താത്പര്യം എന്ത്, അതിന്റെ അർത്ഥം എന്ത് എന്ന് ചോദിക്കുകയാണ്. അത് പറഞ്ഞില്ല എങ്കിൽ അങ്ങയെ ഞാൻ കാരാഗൃഹത്തിൽ ബന്ധിക്കും എന്നാണ് സുബ്രഹ്മണ്യന്റെ വാക്ക്. അത് പറയാൻ പറ്റാതെ നിൽക്കുന്ന ബ്രഹ്മാവിനെ ഒട്ടും സംശയിച്ചില്ല, വേഗം ബന്ധിച്ചു എന്നാണ് സുബ്രഹ്മണ്യന്റെ നിർദ്ദേശം. കാർത്തികേയന്റെ നിർദ്ദേശം അനുസരിച്ച് കാരാഗൃഹത്തിൽ ബന്ധിച്ചു എന്നാണ്. ആകെ വിഷമായി. വേഗം തന്നെ എന്തായി, നന്ദികേശ്വരനാണ്. ആ നന്ദികേശ്വരനെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ആ ബ്രഹ്മാവിനെ ആ സ്കന്ദഗിരിയിൽ ചെന്നിട്ട് ആ സുബ്രഹ്മണ്യന്റെ കാർത്തികേയന്റെ ബന്ധനത്തിൽ കിടക്കുന്ന ബ്രഹ്മദേവനെ മോചിപ്പിക്കണം എന്നാണ്, അതിനായിട്ട് നിർദ്ദേശിക്കണം എന്നാണ്. അങ്ങനെ നന്ദികേശ്വരൻ വേഗം തന്നെ സുബ്രഹ്മണ്യന്റെ അടുത്തെത്തി, സ്കന്ദഗിരിയിലെത്തി. സുബ്രഹ്മണ്യനെ സ്തോത്രങ്ങളെ കൊണ്ടൊക്കെ സ്തുതിച്ചു, സന്തോഷിപ്പിച്ചു. എന്നിട്ട് പറയുകയാണ്, ഞാൻ അങ്ങയുടെ അച്ഛന്റെ നിർദ്ദേശമനുസരിച്ചിട്ടാണ് വന്നത്. എന്താണ് അങ്ങയുടെ പിതാവ് നിർദ്ദേശിക്കുന്നത്? ആ ബ്രഹ്മാവിനെ മോചിപ്പിക്കണം എന്നാണ്. കാരണം ലോകസൃഷ്ടിയെ ചെയ്യുന്ന, ലോക സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിനെ ഇങ്ങനെ ബന്ധനത്തിൽ നിന്നും ഇടാൻ പറ്റില്ല, അതുകൊണ്ട് മോചിപ്പിക്കണം എന്നാണ്. പക്ഷേ അതൊന്നും സുബ്രഹ്മണ്യൻ കൂട്ടാക്കുന്നില്ല. നന്ദികേശ്വരൻ പറഞ്ഞതൊന്നും കൂട്ടാക്കുന്നില്ല. സുബ്രഹ്മണ്യൻ നന്ദികേശ്വരനോട് പറഞ്ഞു, വേഗം മടങ്ങിപ്പോയിക്കോളൂ, അല്ലെങ്കിൽ ഈ ബ്രഹ്മാവിന്റെ ഒപ്പം താങ്കൾക്കും കിടക്കേണ്ടി വരും എന്നാണ്. അവിടുന്ന് മടക്കി അയച്ചു എന്നാണ്. നന്ദികേശ്വരൻ മടങ്ങിപ്പോയി, ശ്രീപരമേശ്വരനെ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. ഒടുവിൽ തന്റെ പുത്രന്റെ സമീപത്തേക്ക്, ആ പുത്രനെ ദർശിക്കാൻ വേണ്ടിയിട്ട് ശ്രീപരമേശ്വരൻ എത്തിച്ചേരുകയാണ്. അങ്ങനെ സ്കന്ദന്റെ സമീപത്ത്, സുബ്രഹ്മണ്യന്റെ സമീപത്ത് എത്തിച്ചേർന്നു. സപിത്രാ സംപരിഷ്വക്ത കുമാരപ്രീതമാനസ അധ്യാപയാമാസ ദേവാംസേ ഭക്തിയാ വിനയശീലയാ തഥാ ദേവോമിതാനന്ദോപി അംഗസ്പർശാമൃതാംഭസി ആനന്ദസിന്ധോ സൽസൂനോ ആഗാധേ നിമമജ്ജഃ ദിവ്യയാനമധാരൂഢ സുകുമാരം വപുശിശോ പ്രതിപ്രതീകം വസ്പർശ പത്മകോമളപാണിന തതോ മന്ദസ്മിതം പ്രേക്ഷ്യ. തന്റെ പുത്രന്റെ അടുത്തെത്തി. അപ്പോ തന്റെ അച്ഛനെ കണ്ടതും ഒരു കുട്ടിയുടെ ഒരു എന്താണ്, ശിശുവിന്റെ പ്രകൃതം പോലെ എന്നാണ്. ചെറിയ കുട്ടികളാണെങ്കിൽ മാതാപിതാക്കളെ കാണുമ്പോൾ ഓടി വരും, എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കൂ എന്നുള്ള ഭാവത്തിൽ നിൽക്കുക. അതുതന്നെയാണ് ഇവിടെയും. ഓടി വന്നു ഈ കാർത്തികേയൻ. എന്നിട്ടാണ് തോളിൽ കയറാൻ ശ്രമിക്കുന്നു എന്നാണ് ഭഗവാന്റെ. വേഗം എടുത്തു, ആലിംഗനം ചെയ്തു, മടിയിലിരുത്തി. എന്നിട്ട് പതുക്കെ തലോടിക്കൊണ്ട് തതോ മന്ദസ്മിതം പ്രേക്ഷ്യ സമാഘ്രായാനനം ശിശോ ശാന്തപൂർവമിതം വാക്യം ബഭാണ ജഗദീശ്വര. പതുക്കെ മടിയിലിരുത്തിയിട്ട് കുട്ടികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ്. ചെറിയ കുട്ടികളെയൊക്കെ നയത്തിൽ വേണം എന്നാണ്, നല്ല സാവധാനത്തിൽ പറഞ്ഞ് കുട്ടികളോടൊക്കെ അങ്ങനെ പ്രതികരിച്ചാലേ പറ്റൂ. അല്ലാതെ എല്ലാ കുട്ടികളുടെ അടുത്ത് പോയിട്ട് വേഗം ശാസിക്കുക, കയ്യിൽ വടിയൊക്കെ എടുത്തിട്ട് ഭയപ്പെടുത്തുക, അതുകൊണ്ടൊന്നും കാര്യം നടക്കില്ല. അപ്പോൾ പതുക്കെ മടിയിലിരുത്തി അവനെ തലോടിക്കൊണ്ട് പറഞ്ഞു, വത്സമുഞ്ച വിധാതാരം ആജ്ഞയാമമ പുത്രക ജഗൽ സൃഷ്ടിരവിഘ്നേഷ ഭൂയാദാദ്യ ക്രിയാധ്യന. കുട്ടി, ആ പിതാമഹനായിട്ടുള്ള ബ്രഹ്മാവിനെ മോചിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം
ബ്രഹ്മാവിന്റെ ധർമ്മമാണ്, കർമ്മമാണ് സൃഷ്ടി ചെയ്യുക എന്നുള്ളത്. അപ്പൊ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മാവിനെ ബന്ധനത്തിലാക്കുന്നത് ശരിയല്ല. അത് ഈ ലോകധർമ്മത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ആ ബ്രഹ്മാവിനെ മോചിപ്പിക്കൂ. ഇങ്ങനെ ആ ഭഗവാന്റെ നിർദ്ദേശം കേട്ട് വേഗം തന്നെ തന്റെ ഒപ്പമുള്ള ഗണാധിപന്മാർ, അതായത് സുബ്രഹ്മണ്യന്റെ ദേവസേനാപതിയായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ ഒപ്പമുള്ള മറ്റ് സേനാപതിമാരായിട്ട്, ഒപ്പമുള്ള മറ്റ് ദേവതകളാണ്, അല്ലെങ്കിൽ സഹായികളായിട്ട് വർത്തിക്കുന്നവരാണ് ഈ വീരബാഹു തുടങ്ങിയിട്ടുള്ളവർ. അപ്പൊ അവരെ ഒന്ന് നോക്കി വേഗം അവര് ബ്രഹ്മാവിനെ ആ കാരാഗൃഹത്തിൽ നിന്ന് മോചിപ്പിച്ച് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ ചോദിച്ചു എന്നാണ് സുബ്രഹ്മണ്യനോട്, മഹാദേവൻ ചോദിച്ചു, നീ എന്തിനാണ് ഈ ബ്രഹ്മദേവനെ കാരാഗൃഹത്തിൽ ഇട്ടത്? ബന്ധിക്കാൻ കാരണം എന്താണ്? അപ്പോ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹം മടങ്ങിപ്പോകുമ്പോ എന്നെ ശ്രദ്ധിക്കാതെ, ഞാനിവിടെ നിൽക്കുന്നു എന്ന് പോലും ആ ഭാവം പോലും ഇല്ലാതെ, എന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ ഒരു താല്പര്യമില്ലാത്ത മട്ടിൽ പോവാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ചോദിച്ചു, ഭവാൻ ആരാണ്, എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് വസിക്കുന്നത്, ഇനി എന്തൊക്കെയാണ് താങ്കൾ നേടിയ അറിവ് എന്നൊക്കെ ചോദിച്ചു. അപ്പോ അദ്ദേഹം അതിനോടൊക്കെ മറുപടി പറഞ്ഞു. വേദങ്ങൾ അറിയാം, അതുപോലെ തന്നെ 18 വിദ്യകൾ അറിയാം. അപ്പോഴാണ് ആ വേദത്തിന്റെ എല്ലാം തന്നെ ഒരു സൂക്ഷ്മസ്വരൂപമായിട്ടുള്ള പ്രണവം, ആ പ്രണവം ചൊല്ലിയ സമയത്ത് ഞാൻ ചോദിച്ചു, അതിന്റെ താല്പര്യം എന്താണ്, ആ മന്ത്രത്തിന്റെ അർത്ഥം എന്താണ്, പ്രണവ മന്ത്രത്തിന്റെ താല്പര്യം എന്ത് എന്ന് ചോദിച്ചു. പക്ഷേ അദ്ദേഹത്തിന് അത് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിനെ ബന്ധനത്തിലാക്കിയത്. അപ്പോഴാണ് വളരെയധികം ഒരു കാരുണ്യത്തോടും വാത്സല്യത്തോടും കൂടിയിട്ട് ശ്രീ പരമേശ്വരൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യൂ, നീ പറഞ്ഞു കൊടുക്കൂ, നിനക്കത് പറയാനുള്ള അറിവുണ്ടല്ലോ, ജ്ഞാനത്തിന്റെ തന്നെ മൂർത്തിയാണ്. ശിവനും ശക്തിയും കൂടിച്ചേർന്നിട്ട് ജ്ഞാനത്തെയും മുക്തിയെയും പ്രദാനം ചെയ്യുന്ന 2 ദേവതാസങ്കല്പങ്ങളാണ് ശിവനും ശക്തിയും. അപ്പോ ജ്ഞാനത്തിന്റെ മൂർത്തിമദ്ഭാവമായിട്ടുള്ള സുബ്രഹ്മണ്യന്, സ്കന്ദന് എന്തുകൊണ്ടും ആ പ്രണവാർത്ഥത്തെ, പ്രണവ താത്പര്യത്തെ പറയാൻ കഴിയും. അതുകൊണ്ടാണ് കുട്ടി, ഉണ്ണി നീ പറഞ്ഞു കൊടുക്കൂ എന്നാണ്. ഞാൻ കേൾക്കട്ടെ, ബ്രഹ്മാദിദേവന്മാര് മനസ്സിലാക്കട്ടെ, കേൾക്കട്ടെ. അപ്പോഴാണ് ഇവിടെ സുബ്രഹ്മണ്യനൊരു സംശയം ചോദിച്ചു. ഈ മന്ത്രം ഗുരു ഉപദേശമായിട്ടാണ് മന്ത്രത്തെ നൽകേണ്ടത് എന്നും അത് ഒരിക്കലും പ്രകാശനപൂർവം പ്രകാശിപ്പിക്കാൻ പാടില്ല എന്നാണല്ലോ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോപ്യമായിട്ട് വേണം എന്നാണ്. ഗുരുപദേശം അങ്ങനെ വേണം എന്നാണ്. ഇപ്പൊ കാലാന്തരത്തിൽ ഇന്നൊക്കെ നമുക്ക് പലപ്പോഴും പല ഗുരുക്കന്മാരും ഒന്നിച്ച് ഉപദേശം തരും. വേണമെങ്കിൽ കൊറോണയുടെ സമയത്ത് വാട്സപ്പിൽ ഉപദേശം കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഫീസും അതുപോലെ വാട്സപ്പിൽ കൊടുത്താൽ മതി, ഗൂഗിൾ പേ ചെയ്താൽ മതി. ഉപദേശം ഇങ്ങോട്ട് തരുമ്പോൾ അങ്ങോട്ട് കൊടുക്കണമല്ലോ അതിന്റെ ദക്ഷിണ ഫീസ്, അത് ഗൂഗിൾ പേ ചെയ്താൽ മതി. കാലം മാറിയപ്പോൾ അങ്ങനെയായി, പല സൗകര്യങ്ങളായി. പക്ഷെ മന്ത്രദീക്ഷയ്ക്ക്, മന്ത്രോപദേശത്തിന് ഗോപ്യമായിട്ട് വേണം എന്നാണ്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ വളരെ തിരക്കുള്ള ഇടത്തിരുന്നു കൊണ്ട് വളരെ അധികം പേരുടെ നടുവിലിരുത്തിയിട്ട് ഒക്കെ മന്ത്രദീക്ഷ കൊടുത്താൽ ആ ദീക്ഷയെ കൊടുക്കുന്നവർ പോലും നരകയാതന അനുഭവിക്കേണ്ടി വരും, രൗരക നവരകത്തെ പ്രാപിക്കും എന്നാണ്. പിന്നെ ഞാൻ എങ്ങനെയാണ് അങ്ങയുടെ വാക്ക്, എൻ്റെ അച്ഛന്റെ വാക്കിനെ ഞാൻ എങ്ങനെയാണ് അനുസരിക്കുക? മാനിക്കാതിരിക്കാൻ പാടില്ല. അച്ഛൻ പറയണ വാക്ക് തള്ളിക്കളയരുതെന്നാണ്. ഗുരുവാക്യം, പിതൃവാക്യത്തെ മാനിക്കണം എന്നാണ്. പുരാണങ്ങളിൽ ഒരുപാട് നമുക്ക് ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തരും. ശ്രീരാമൻ, പരശുരാമൻ, ഭീഷ്മർ,
ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ഏത് പുരാണം എടുത്താലും അച്ഛന്റെ വാക്കിനെ പാലിക്കാൻ വേണ്ടി ഒരുപാട് ക്ലേശം അനുഭവിച്ചവരാണ്. നമുക്ക് പ്രത്യക്ഷത്തിൽ അഹിതമെന്ന് തോന്നുന്ന, ചെയ്യുന്നത് തെറ്റാണ് എന്ന് പോലും മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ അതുപോലും ചെയ്യേണ്ടി വന്നത് എന്തിനാണ്? അച്ഛന്റെ വാക്ക് പാലിക്കാനാണ്.